ഇസ്രായേൽ ഓക്കെ, ഇതിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. അരമണിക്കൂർ ചർച്ചയാണല്ലോ നമ്മളുടേത്. ഞാൻ ജോസഫ് ആന്റണിയിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ശ്രീ ജോസഫ് ആന്റണി, നോക്കൂ, ഇവിടെ എം ഷിനാസ് പറഞ്ഞു നിർത്തുന്നത് നെതന്യാഹു പിന്മാറണമെങ്കിൽ, ഇസ്രായേൽ പിന്മാറണമെങ്കിൽ ആദ്യം അമേരിക്ക തീരുമാനമെടുക്കണം എന്നതാണ്. അവിടെയാണ് പ്രതീക്ഷ ജനിപ്പിക്കുന്ന ചില പരാമർശങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വെസ്റ്റ് ബാങ്ക് പിടിക്കാൻ അനുവദിക്കില്ല എന്നതാണ്. ഒപ്പം യുദ്ധം വൈകാതെ അവസാനിക്കും എന്ന സൂചനകൾ അദ്ദേഹം നൽകുന്നു. ബന്ദികളുടെ മോചനം ഉടൻ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ ബന്ദികളുടെ മോചനം സാധ്യമാക്കിക്കൊണ്ടാണെങ്കിലും അവിടെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതിന്റെ സൂചനയായി ട്രംപിന്റെ വാക്കുകളെ കാണണമോ? ഷിനാസ് വളരെ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അവസരത്തിൽ വേണമെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് അവസാനിപ്പിക്കാം. നിങ്ങൾ നിർത്തൂ യുദ്ധം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സ്വിച്ചിട്ട കണക്ക് ഈ ഇസ്രായേലിൽ യുദ്ധം നിർത്തേണ്ടി വരും. എന്തുകൊണ്ട് നിർത്തേണ്ടി വരും? ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ആർക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്? ആര് സഹായിക്കുന്ന യുദ്ധമാണ്? ഈ അമേരിക്ക രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നത് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന യുദ്ധമാണ് ഇസ്രായേല് പലസ്തീനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ എല്ലാ തരത്തിലുള്ള പിന്തുണ, ഇപ്പൊ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് നിന്നും ഈ ഇസ്രായേലിനെ പിന്മാറ്റും അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് പ്രദേശത്ത് കൂടുതൽ കയ്യേറ്റം നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പിന്നെ ട്രംപ് തന്നെയാണ് ഈ വെസ്റ്റ് ബാങ്കിന്റെ പിന്നെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെതാണെന്ന് നേരത്തെ സമ്മതിച്ചിട്ടുള്ളതാണ്. എന്ന് മാത്രമാണോ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകൃതമാകുമ്പോൾ അതിന്റെ തലസ്ഥാനമാകേണ്ട ഈ ജെറുസലേം എന്ന് പറയുന്ന ആകെയുള്ള സ്ഥലത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിക്കുകയും ഈ ഒരു രാജ്യം പോലും ചെയ്യാത്ത ടെലവീവിൽ നിന്ന് ഇസ്രായേലിലേക്ക് തലസ്ഥാനം മാറ്റുകയും അമേരിക്കയുടെ എംബസി മാറ്റുകയും ചെയ്ത ആളാണ് ട്രംപ്. എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും പിന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്തുണ നൽകുന്ന പിന്നെന്താണ് ഈ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയിൽ കൂട്ടുപ്രതിയാണ് വാസ്തവത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഈ സമാധാനത്തിന് ഇപ്പം മുതിരുന്നത് ഇവിടെ നേരത്തെ ശ്രീനാഥ് സൂചിപ്പിച്ച പോലെ അന്തർദേശീയ സമൂഹം, അമേരിക്കയിലുള്ള സമൂഹം, അമേരിക്കൻ ജനസമൂഹം, അതുപോലെ തന്നെ അന്തർദേശീയ സമൂഹവും ഈ ഇസ്രായേല് പലസ്തീൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഷിനാസ് കൃത്യമായി സൂചിപ്പിച്ചല്ലേ റൂൾസ് ബേസ്ഡ് ഓർഡർ എന്ന് പറയുന്നത്, ഇത് നിയമാനുസൃതമായ ചട്ടപ്രകാരമുള്ള ലോകക്രമം ഉണ്ടാവണം. ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ചട്ടപ്രകാരമുള്ള ലോകക്രമം എന്ന് പറഞ്ഞാൽ സമൂഹം അന്തർദേശീയ നയങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ അംഗീകരിക്കുക, ജനാധിപത്യ നിയമങ്ങൾ അംഗീകരിക്കുക, മനുഷ്യാവകാശം അംഗീകരിക്കുക. ഇസ്രായേലിന്റെ നടപടിയിൽ ഇത് ഏതെങ്കിലും നമുക്ക് കാണാൻ കഴിയുമോ? ഒരു തരത്തിലുള്ള അന്തർദേശീയ നിയമം അവർ പാലിക്കുന്നില്ല. എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിപ്പറത്തുന്നു. അങ്ങനെ കാറ്റിപ്പറത്തിക്കൊണ്ട് അവരിങ്ങനെ നിരന്തരമായി വംശഘടന നടത്തിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പൊ അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു സൗഹൃദ രാജ്യമാണ് ജോർജിയ മെലോനി നയിക്കുന്ന ഇറ്റലി. ഇറ്റലിയിൽ കഴിഞ്ഞ ദിവസം എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലും ജനങ്ങൾ ഈ ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നുകൊണ്ട് വൻപിച്ച പ്രതിഷേധ പ്രകടനങ്ങളാണ്. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് ഫ്രാൻസും കാനഡയും ഓസ്ട്രേലിയയും പോർച്ചുഗലും എല്ലാം ഇപ്പോൾ ഈ പലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്? ആ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണകൂടത്തോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ലോകത്തൊട്ടാകെ നടന്ന് ജനാധിപത്യവും മനുഷ്യാവകാശം പറയുകയും ഇങ്ങനെ 10,000-70,000 ആളുകളെ ദിവസം പ്രതി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് അങ്ങനെ അതിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായത് വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലും അന്തർദേശീയ തലത്തിൽ വളരെ ഭീകരമായി ഒറ്റപ്പെട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒറ്റപ്പെട്ടതിന് പുറമെ നമ്മൾ കണ്ടല്ലോ ഇതിന്റെ വേറൊരു ഇമ്പാക്റ്റ് ആയിട്ടാണല്ലോ ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോൾ എന്താ ചെയ്തത്? അറബി ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാവരും കൂടി ഖത്തറിൽ ഒത്തുകൂടിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അമേരിക്കൻ സുരക്ഷാ കുടയിൽ വിശ്വാസമില്ല, ഞങ്ങളുടെ സുരക്ഷ ഞങ്ങൾ നോക്കേണ്ടി വരും, അതിനുള്ള പുതിയ കളക്റ്റീവ് സെക്യൂരിറ്റി മെക്കാനിസം ഞങ്ങൾ ചെയ്യേണ്ടി വരും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിന്നാലെ സംഭവിച്ചത് എന്താണ്? സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലൊരു കരാറിൽ വരെ ഒപ്പിട്ടു. എന്താണ് പാകിസ്ഥാൻ സൗദി അറേബ്യ കരാർ? വലിയ സംഭവമൊന്നുമല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആകെയുള്ള ഇസ്ലാമിക രാജ്യത്തിലെ ഒരേ ഒരു ആണവ രാജ്യമാണ്. അപ്പൊ ആണവ രാജ്യവുമായിട്ടുള്ള സഹകരണം സൗദി അറേബ്യ ഒപ്പിടുക എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്കയുടെ മേധാവിത്വത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ സുരക്ഷയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ എതിർപ്പുള്ളതായി മനസ്സിലാകുന്നു. അറബി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ വിശ്വാസമില്ലാതെ വരുന്നു. അപ്പൊ അങ്ങനെ ലോകത്തൊട്ടാകെയുള്ള രാജ്യങ്ങൾക്ക് ഈ അമേരിക്കയുടെ മേധാവിത്വം അംഗീകരിക്കാനും
ശരി. അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇവരുടെ സുരക്ഷ കുടക്കീഴിൽ നിൽക്കാൻ താല്പര്യമില്ലാതെ വന്നിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ നോക്കൂ, യൂണിയൻ ജനറൽ അസംബ്ലിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു പ്രധാനമന്ത്രി സംസാരിക്കാൻ വരുമ്പോൾ കൂക്കി വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുക, ബോയ്ക്കോട്ട്, ഈ മാസ് ബോയ്ക്കോട്ട് നടക്കുക, ഇതിനേക്കാൾ അപമാനകരമായിട്ടൊരു നേതാവ്. അപ്പോ അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇസ്രായേലിൽ പോലും ഈ വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന നെതന്യാഹു നടത്തുന്ന വംശഹത്യക്കെതിരായി ഇസ്രായേലിൽ പോലും വമ്പിച്ച പ്രതിഷേധങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ബന്ദികളാക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റാലി നടത്തിക്കൊണ്ട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ബന്ദികളെ മോചിപ്പിക്കുന്നത്. അപ്പൊ ഇത്തരം സമ്മർദ്ദങ്ങളെല്ലാം നിലനിൽക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ട്രംപ്, അതായത് ട്രംപിന്റെ ആഗോള മേധാവിത്വത്തിന് വെല്ലുവിളി ഉയരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ പിന്നെ സമാധാനത്തോടുള്ള താല്പര്യവും അദ്ദേഹത്തിന് നോബൽ സമ്മാനം വാങ്ങിക്കാനുള്ള താല്പര്യം കൊണ്ടായിരിക്കാം, സമാധാനത്തോടുള്ള താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഇസ്രായേലും അമേരിക്കയും ആഗോളതലത്തിൽ ഒറ്റപ്പെടുന്നു എന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രമായിട്ടാണ് ഞാൻ. തീർച്ചയായും ഇന്നലെ ടൈംസ് സ്ക്വയറിൽ പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രവുമല്ല, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് ഭയന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ ആകാശം ഒഴിവാക്കി 600 കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിച്ചാണ് ഇന്നലെ നെതന്യാഹു UN-ലേക്ക് എത്തിയത് എന്നൊരു സാഹചര്യം കൂടി ഓർക്കണം. അപ്പോൾ മറ്റ് രാഷ്ട്ര തലവന്മാരെ ഭയക്കുന്നുണ്ട്, തന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിക്കുന്നുണ്ട് ലോകത്തെ മുൾമുനയിൽ നിർത്തുമ്പോഴും നെതന്യാഹു എന്ന് മനസ്സിലാക്കണം. ശ്രീ എം ഷിനാസ്, നോക്കൂ, ഇവിടെ അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുവല്ലോ. അറബ് രാഷ്ട്രങ്ങളുമായുള്ള സംസാരത്തിന് ശേഷമാണ് ഈ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രയേൽ നീങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അവർ ധരിപ്പിച്ചതിന് ശേഷമാണ് ട്രംപിന് മനംമാറ്റം ഉണ്ടായത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ UN സമ്മേളനത്തിനെത്തിയ നെതന്യാഹു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ UAE വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഖത്തറിൽ ആക്രമണം ഒരു അറബ് രാഷ്ട്ര പ്രതിനിധിയോട് നെതന്യാഹുവിന്റെ ആശയവിനിമയം ഉണ്ടായതും ഇന്നലെയാണ്. അപ്പോൾ ഇത് ഒരു സൂചകമായി കാണണമോ? അറബ് രാഷ്ട്രങ്ങൾ അവർക്കുണ്ടായിട്ടുള്ള മുറിവ് മറന്നിട്ടില്ല, ശക്തമായ മറുപടിക്കപ്പുറം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴും ഗസയിൽ വെടിനിർത്തലിനുള്ള ഇടപെടലുകൾ ഈ അറബ് രാഷ്ട്രങ്ങൾ നടത്തുന്നു. അതിൽ ട്രംപുമായും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെതന്യാഹുവുമായും നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അതെ, നേരത്തെ കൃത്യമായി ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ അറബ് രാജ്യങ്ങളിലും യൂറോപ്പിലും ഈവൻ അമേരിക്കയിൽ പോലും ഇപ്പോൾ സെപ്റ്റംബർ 18 ദ ഇക്കണോമിസ്റ്റ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്, ഇക്കണോമിസ്റ്റും മറ്റൊരു സന്നദ്ധ സംഘടനയും കൂടി നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ അമേരിക്കയുടെ അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയോടുള്ള ആ പ്രതികരണം ആരാഞ്ഞിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ ഇസ്രായേലിനുള്ള പിന്തുണ ഗണ്യമായി ഡെമോക്രാറ്റ് വോട്ടർമാരിൽ കുറഞ്ഞു വരികയാണ്, റിപ്പബ്ലിക്കൻ വോട്ടർമാരിലും കുറഞ്ഞു വരികയാണ്. അപ്പൊ അമേരിക്കക്കകത്ത് തന്നെ റിപ്പബ്ലിക്കൻ ആവട്ടെ അല്ലെങ്കിൽ ഡെമോക്രാറ്റ് ആവട്ടെ പിന്തുണ കുറഞ്ഞു വരുന്നു. നേരത്തെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനെ വിശേഷിപ്പിച്ചിരുന്നത് ജനസൈഡ് ജോ എന്നായിരുന്നു. കാരണം നേരത്തെ ശ്രീ ജോസഫ് ആന്റണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ട്രംപ് അധികാരത്തിൽ വന്നപ്പോഴാണ് 2016-20 കാലഘട്ടത്തിലാണ് ജെറൂസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചത്. ടെല്ലവീവിൽ നിന്ന് അമേരിക്കൻ എംബസി അങ്ങോട്ടേക്ക് മാറ്റിയത്. 67-ൽ ഇസ്രായേൽ 6 ദിന യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകളെ ഇസ്രായേലിന്റെ അവിച്ഛിന്ന ഭാഗമായി അംഗീകരിച്ചത്. ഈ നടപടികളൊന്നും ജോ ബൈഡൻ പ്രസിഡന്റ് ആയ ശേഷവും റദ്ദാക്കിയിരുന്നില്ല. അത് ആ മട്ടിൽ തന്നെ തുടർന്നു പോവുകയായിരുന്നു. അപ്പോൾ ആഗോള തലത്തിലുള്ള ഇറ്റലിയിലെ പൊതു പണിമുടക്കിനെ പറ്റി പറഞ്ഞു. അവിടെ തുറമുഖങ്ങളിൽ ഇസ്രായേലിന് ആയുധം കയറ്റി പോകുന്ന കപ്പലുകൾ തടയുന്ന ആ മാനത്തിലേക്ക് അവിടുത്തെ പണിമുടക്ക് മാറി. അപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിൽ പോലും അറബ് പബ്ലിക് ഒപ്പീനിയൻ, അറബ് രാഷ്ട്ര തലവന്മാർക്ക് പോലും അവര് പോലും ഈ 2023 ഒക്ടോബർ 7 വരെ ഒരുതരം നിസ്സംഗ ഭാവത്തിലായിരുന്നു പലസ്തീനെ സംബന്ധിച്ചിടത്തോളം. കാരണം അതുവരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഭൗമശാസ്ത്രപരമായി നമ്മൾ പറയുമ്പോൾ, 2023 ഒക്ടോബർ 7 വരെ ഇസ്രായേൽ വിചാരിച്ചിരുന്നത് തങ്ങൾക്ക് ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ്, തങ്ങളുടെ ഒക്യുപ്പേഷൻ, വെസ്റ്റ് ബാങ്ക് തന്നെ പല മേഖലയും കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ, ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസസ്,
അതായത് അധിനിവേശം, പ്രത്യാഘാതങ്ങളില്ലാതെ അധിനിവേശം തുടരാം എന്നായിരുന്നു. പലസ്തീൻ പ്രശ്നം 2023 ഒക്ടോബർ 7 വരെ ലോക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നു. അതിൽ ലോകരാഷ്ട്രങ്ങൾക്കും അറബ് രാഷ്ട്രങ്ങൾക്കും വരെ പങ്കുണ്ട്. ഈ ഹമാസിന്റെ ഈ ആക്രമണത്തോടെ ലോക്കലൈസ് ചെയ്യപ്പെട്ട ഒക്യുപ്പേഷൻ വിതൗട്ട് കോൺസിക്വൻസ് എന്ന അവസ്ഥയിൽ നിന്ന് അത് മാറുകയും ആ പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം റീജിയണലൈസ് ചെയ്യപ്പെടുകയും അത് പശ്ചിമേഷ്യയുടെ കേന്ദ്ര ബിന്ദുവായി മാറുകയും ഇപ്പോൾ ലോകത്തിന്റെ തന്നെ മർമ്മത്തിലേക്ക് വന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭൗമരാഷ്ട്രീയപരമായി ആ 2023 ഒക്ടോബർ 7 അതിനുശേഷവും നടന്ന സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഏതാനും വ്യാഴവട്ടങ്ങളായി ലോക്കലൈസ്ഡ് ആയിട്ട് മാറ്റിയ ഈ പലസ്തീൻ എന്ന മർമ്മപ്രധാനമായ പ്രശ്നം അതിനെ ഈ ഹമാസ് ആക്രമണത്തോടെ മാത്രമല്ല, പിന്നെ ഇസ്രായേൽ ആക്രമിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, ഖത്തർ, ലെബനൻ, സിറിയ, യമൻ, അത് സ്പിൽ ഓവർ ചെയ്തു ആ പശ്ചിമേഷ്യ മുഴുവൻ. അപ്പോൾ ഈ പലസ്തീൻ പ്രശ്നം പശ്ചിമേഷ്യയുടെ കേന്ദ്ര പ്രശ്നമാകുകയും ലോകത്തിന്റെ തന്നെ ഒരു ചോദ്യചിഹ്നമായി അത് ഉയരുകയും ചെയ്തു എന്നതാണ് കാര്യം. എത്ര കാലം അമേരിക്കക്ക് ഇസ്രായേലിനെ ഈ മട്ടിൽ പിന്തുണച്ചു പോകാനാകും എന്ന് കണ്ടറിയാൻ. തീർച്ചയായും എന്തായാലും അവിടെ നിന്ന് ഒരു പിൻവാങ്ങൽ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ. ഞാൻ തിരിച്ചെത്താം ഒരു